Welcome to Ehlas Tuition. ആദ്യത്തെ ക്വസ്റ്റ്യൻ മോസ്ഫെറ്റിനെ കുറിച്ചാണ്. മോസ്ഫെറ്റ് ഈസ് ഓപ്ഷൻ എ വോൾട്ടേജ് ഡ്രിവൺ ഡിവൈസ്, പവർ ഡ്രിവൺ ഡിവൈസ്, കറന്റ് ഡ്രിവൺ ഡിവൈസ്, നൺ ഓഫ് ദിസ്. മോസ്ഫെറ്റ് എന്താണ്? മോസ്ഫെറ്റ് ഈസ് എ വോൾട്ടേജ് ഡ്രിവൺ ഡിവൈസ് ആണ്. അപ്പം ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പൊ നമുക്കിനി BJT, FET, മോസ്ഫെറ്റ് ഇവരെ കുറിച്ച് പഠിക്കാം. BJT എന്ന് പറഞ്ഞാൽ കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് ആണ്. FET വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്. അതേപോലെ മോസ്ഫെറ്റും വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്. BJT ബൈപോളാർ ആണ്, ഇത് യൂണിപോളാർ ആണ്, ഇതും യൂണിപോളാർ ആണ്. ടെർമിനൽസ് നോട്ട് ഇന്റർചേഞ്ചബിൾ ആണ്. FET ഇന്റർചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും, അതുപോലെ മോസ്ഫെറ്റിനും ഇന്റർചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇത് മോഡ്സ് ഒന്നുമില്ല, ഇതിന് ഡിപ്ലീഷൻ മോഡ്സ് മാത്രമേ ഉള്ളൂ. മോസ്ഫെറ്റിന് എൻഹാൻസ്മെന്റ് ടൈപ്പും ഡിപ്ലീഷൻ ടൈപ്പും മോസ്ഫെറ്റ് ഉണ്ട്. അതുകൊണ്ട് രണ്ട് മോഡ്സ് ഉണ്ട്, എൻഹാൻസ്മെന്റ് മോഡ്സും ഡിപ്ലീഷൻ മോഡ്സും. ഇതിന്റെ ഇൻപുട്ട് ഇംപെഡൻസ് ലോ ആണ്, ഇവിടെ ഹൈ ആണ്, ഇത് വെരി ഹൈ ആണ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് മോഡറേറ്റ് ലോ. ഓപ്പറേഷൻ സ്പീഡ് ലോ, മോഡറേറ്റ്, ഹൈ. നോയ്സ് ഹൈ, ലോ, ലോ. തെർമൽ സ്റ്റെബിലിറ്റി ലോ, ബെറ്റർ, ഹൈ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കണം. അപ്പൊ നമുക്ക് മനസ്സിലായി മോസ്ഫെറ്റ് ഈസ് എ വോൾട്ടേജ് ഡ്രിവൺ ഡിവൈസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, Zener breakdown diode have a negative temperature coefficient, a breakdown voltage that is independent of temperature, positive temperature coefficient, none of this. അപ്പം Zener breakdown diode have a positive temperature coefficient. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരുന്നത്. അപ്പം ഇവിടെ Zener diode has a positive temperature coefficient, which means that Zener voltage increases with temperature. At below 5 volt, it shows a negative temperature coefficient. Zener voltage decreases as temperature rises. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, the major difference between JFET and MOSFET. ഇവര് തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണ്? The much small gain in the later case, the much smaller input resistance in the later case, much larger input resistance in the later case, none of this. നമ്മൾ നേരത്തെ ടേബിൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് കൂടുതൽ മോസ്ഫെറ്റിനാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. നമ്മൾ ഈ ടേബിൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഇംപെഡൻസ് വെരി ഹൈ ആയിട്ടുള്ളത് മോസ്ഫെറ്റിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ FET ആംപ്ലിഫയർ ഇൻപുട്ട് എക്സൈറ്റേഷൻ ഈസ് വോൾട്ടേജ് സിഗ്നൽ, കറന്റ് സിഗ്നൽ, either A or B, none of this. ഇതിന് ആൻസർ വോൾട്ടേജ് സിഗ്നൽ. ഹയർ ദ ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ ഓഫ് കൺവേർട്ടർ. ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ കൂടുമ്പോൾ സ്മോളർ ഇസ് ദ സൈസ് ആൻഡ് വെയിറ്റ്, ലെസർ ഇസ് ദ എഫിഷ്യൻസി, ലാർജർ ഇസ് ദ സൈസ് ആൻഡ് വെയിറ്റ്, ഹയർ ഇസ് ദ എഫിഷ്യൻസി. അപ്പൊ ഏതാണ് ഇതിന്റെ ആൻസർ വരാം? അതിന് ആൻസർ ഓപ്ഷൻ എ, സ്മോളർ ഇസ് ദ സൈസ് ആൻഡ് വെയിറ്റ്. അടുത്തത്, യൂണിജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ഹാസ്. യൂണിജംഗ്ഷൻ ട്രാൻസിസ്റ്ററിന് എന്തൊക്കെയുണ്ട്? ഓപ്ഷൻ എ, 2 ആനോഡ് ആൻഡ് 1 ഗേറ്റ്, ആനോഡ് കാത്തോഡ് ആൻഡ് 2 ഗേറ്റ്, ആനോഡ് കാത്തോഡ് ആൻഡ് ഗേറ്റ്, 2 ബേസസ് ആൻഡ് 1 എമിറ്റർ. ഇപ്പൊ UJTയുടെ പ്രത്യേകത ഇതിന് 2 ബേസും ഒരു എമിറ്ററുമാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2 bases and 1 emitter. ഇപ്പോൾ UJT എന്ന് പറയുന്നത്, UJT is another solid state 3-terminal device that can be used in gate pulse, timing circuit and trigger generator application to switch and control thyristor and triacs for AC power control applications. അപ്പോൾ ഇതൊരു solid state device ആണ്, ഇതിന് ഒരുപാട് യൂസസ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ സിമ്പിൾ ഇങ്ങനെയാണ് വരുന്നത്, എമിറ്റർ ഉണ്ട്, 2 ബേസ് ഉണ്ട്. ഇതിന്റെ കൺസ്ട്രക്ഷൻ ഇങ്ങനെയാണ്, ഒരു പി ഉണ്ട്, എൻ ഉണ്ട്, ഇപ്പൊ ഇവിടെ B2 ഉണ്ട്, ഇവിടെ B1 ഉണ്ട്, ഇവിടെ എമിറ്റർ ഉണ്ട്. ഇതാണ് ഇതിന്റെ PN ജംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫെർമി ലെവൽ ഈസ്. എന്താണ് ഫെർമി ലെവൽ? The highest velocity of electron at 0 Kelvin, the highest occupied level at 0 Kelvin, the highest available level at 0 Kelvin,
none of this. അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഹയസ്റ്റ് അവൈലബിൾ ലെവൽ അറ്റ് 0 Kelvin. ഇപ്പോൾ ഫെർമി ലെവൽ എന്ന് പറഞ്ഞാൽ ഫെർമി ലെവൽ എനർജി ഇസ് ദ എനർജി ലെവൽ അബവ് വിച്ച് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഈസ് 0 അറ്റ് 0 Kelvin. അപ്പോൾ 0 Kelvinന്റെ കേസ് എന്ന് പറഞ്ഞാൽ മാക്സിമം എനർജി ഉള്ള സ്റ്റേറ്റ് ആണ് ഫെർമി ലെവൽ. അതിനപ്പുറത്ത് നമുക്ക് ഇലക്ട്രോൺസിനെ ഒന്നും കാണാൻ വേണ്ടി പറ്റൂല. All the electrons have energy less than Fermi level energy at 0 Kelvin. There are no electrons exists above Fermi level at 0 Kelvin. അടുത്ത question, which of the following circuit can be used as parallel to serial converter? Parallel to serial converter ആകാൻ നമ്മൾ ഏത് ഡിവൈസ് ആണ് ഉപയോഗിക്കുന്നത്? ഡീകോഡർ ആണോ, ഡീമൾട്ടിപ്ലെക്സർ ആണോ, മൾട്ടിപ്ലെക്സർ ആണോ, ഡിജിറ്റൽ കൗണ്ടർ ആണോ? അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് മൾട്ടിപ്ലെക്സർ ആണ്. അപ്പം മൾട്ടിപ്ലെക്സർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റ സെലക്ടർ എന്നും പറയും. അപ്പോൾ മൾട്ടിപ്ലെക്സർ ഈസ് എ ഡിവൈസ് ദാറ്റ് അലൗസ് ഡിജിറ്റൽ ഇൻഫർമേഷൻ ഫ്രം സെവറൽ സോഴ്സസ് ടു ബി റൂട്ടഡ് onto a single line for transmission over that line to common destination. അപ്പോൾ ഒരുപാട് ഇൻപുട്ട് ഉണ്ടാവും, അതിൽ നിന്ന് ഒന്ന് മാത്രം സെലക്ട് ചെയ്തിട്ട് ഡെസ്റ്റിനേഷനിൽ കൊടുക്കും. അതാണ് മൾട്ടിപ്ലെക്സർ ചെയ്യുന്നത്. സെവറൽ ഡാറ്റ ഇൻപുട്ട് ലൈൻസ് ഉണ്ടാവും, സം സെലക്ട് ലൈൻസ് ഉണ്ടാവും, സിംഗിൾ ഔട്ട്പുട്ട് ലൈൻസും ഉണ്ടാവും. ഇഫ് ദർ ആർ n data input lines and m select lines, then 2 raised to m is equal to n. അപ്പോൾ n എന്ന് പറയുന്നത് ഇൻപുട്ട് ലൈൻസ് ആണ്, m സെലക്ട് ലൈനും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, 2 raised to m is equal to n എന്ന് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ മൾട്ടിപ്ലെക്സർ ഇങ്ങനെയാണ് നമ്മൾ വരക്കുക. അപ്പോൾ 4 ഇൻപുട്ട് ഉണ്ടാവും, 4 ഇൻപുട്ട് ഉണ്ടെങ്കിൽ ഒരു ഔട്ട്പുട്ട് തന്നെ ഉണ്ടാവുക. അപ്പോൾ എത്ര സെലക്ട് ലൈൻ ഉണ്ടാവും? അപ്പോൾ സെലക്ട് ലൈൻ എന്ന് പറയുമ്പോൾ 2 raised to 2 ആണ് 4 വരെ. അപ്പോൾ 2 സെലക്ട് ലൈൻ ആണ് ഇതിനുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, കറന്റ് മോഡ് ലോജിക് ഈസ് സെയിം ആസ്. കറന്റ് മോഡ് ലോജിക്കിന് നമ്മൾ എന്താ പറയാ? സിമോസ് എന്നാണോ, LSL എന്നാണോ, TTL എന്നാണോ, ECL എന്നാണോ? അതിന്റെ ആൻസർ ECL. ഇപ്പൊ നമ്മൾ ഏതൊക്കെയാണ് ലോജിക് ഫാമിലീസ് നോക്കണം. ഇപ്പൊ ലോജിക് ഫാമിലീസിൽ RTL ഉണ്ട്, I2L ഉണ്ട്, DTL ഉണ്ട്, സ്റ്റാൻഡേർഡ് TTL ഉണ്ട്, ECL ഉണ്ട്, MOS ഉണ്ട്, CMOS ഉണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് ഗേറ്റ് വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. RTLനെ NOR, I2Lനെ NOR, DTLനെ NAND, സ്റ്റാൻഡേർഡ് TTL NAND, അങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പവർ ഡെസിപ്പേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഫാൻ ഔട്ട് ഏറ്റവും കൂടുതലുള്ളത് CMOSനാണ്. നോയ്സ് ഇമ്മ്യൂണിറ്റി ഗുഡ് ഉള്ളത് സ്റ്റാൻഡേർഡ് TTLനും CMOSനുമാണ്. പ്രൊപ്പഗേഷൻ ഡിലേ ഏറ്റവും കുറവുള്ളത് ECLനാണ്. സ്പീഡ് പവർ പ്രൊഡക്റ്റ് അതെങ്ങനെയാണ് വരുന്നത്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എനി ലോജിക് ഗേറ്റ്സ് ക്യാൻ ബി ബിൽറ്റ് യൂസിങ്. ഇതിൽ ഏത് ഗേറ്റ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എല്ലാ ലോജിക് ഗേറ്റ്സും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നത്? ഓപ്ഷൻ എ ആൻഡ് ഗേറ്റ്, ഓപ്ഷൻ ബി നോർ ഗേറ്റ്, ഓപ്ഷൻ സി ഓർ ഗേറ്റ്, ഓപ്ഷൻ ഡി ഓൾ ദ എബവ്. അപ്പൊ ഇതിന്റെ ആൻസർ നോർ ഗേറ്റ് ആണ്. നമുക്കറിയാം യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത് നോറും നാൻഡും ആണ്. അപ്പൊ ഇവിടെ നോറാണുള്ളത്. അപ്പൊ നോർ ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാ ഗേറ്റ്സും ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ നോക്കുക, നോർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓർ ഗേറ്റ് ഉണ്ടാക്കാം, ആൻഡ് ഗേറ്റ് ഉണ്ടാക്കാം, നാൻഡ് ഗേറ്റ് ഉണ്ടാക്കാം, എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് ഉണ്ടാക്കാം, നോട്ട് ഗേറ്റ് ഉണ്ടാക്കാം, അതേപോലെ ബഫർ ഉണ്ടാക്കാം, എക്സ്ക്ലൂസീവ് നോർ ഉണ്ടാക്കാം. അപ്പൊ എല്ലാ ഗേറ്റ്സും നമുക്ക് നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അതിനെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്.